ആയുധ വ്യാപാരി സഞ്ജയ് ഭണ്ഡാരിക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ ഇഡി കുറ്റപത്രത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരും കേസിൽ റോബർട്ട് വാദ്രയുടെ പേര് നേരത്തെയും ഉൾപ്പെട്ടിരുന്നുവെങ്കിലും പ്രിയങ്കയുടെ പരാമർശിക്കുന്നത് ആദ്യമായാണ്. വിശദാംശങ്ങൾ അനുജ പ്രസാദ് നൽകും. അനുജ, എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഇതിൽ പരാമർശിക്കുന്നത്? ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ സഞ്ജയ് ഭണ്ഡാരിക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ ഇഡി കുറ്റപത്രത്തിൽ നേരത്തെ തന്നെ റോബർട്ട് വദ്രയുടെ പേരുണ്ടായിരുന്നു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പേരും ഇതിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൽ NRI വ്യവസായിയായ CC തമ്പിക്ക് പ്രിയങ്ക ഗാന്ധിയും ഭർത്താവ് റോബർട്ട് വദ്രയും ഭൂമി വിറ്റെന്നും റോബർട്ട് വദ്രയും CC തമ്പിയും തമ്മിൽ ദീർഘനാളത്തെ ബിസിനസ് ബന്ധമുണ്ടെന്നുമാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. മുൻപ് തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ റോബർട്ട് വദ്രയുടെ പേര് നേരത്തെ ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും ഇതാദ്യമായിട്ടാണ് ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രിയങ്കയുടെ പേര് ഇതിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ സംബന്ധിച്ച് ഒരു കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഹരിയാനയിലെ ഫരീദാബാദിൽ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റായ HL പഹ്വയിൽ നിന്ന് 2006 പ്രിയങ്ക 5 ഏക്കർ കൃഷിഭൂമി വാങ്ങിയത്. 2010 പഹ്വയ്ക്ക് തന്നെ ഇവർ വിറ്റു എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. അതുപോലെ തന്നെ 2005 മുതൽ 2008 വരെ 486 ഏക്കർ ഭൂമി വാങ്ങാൻ തമ്പി പഹ്വയുടെ സേവനം ഉപയോഗിച്ചതായിട്ടും ഇഡി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഈ 2005-2006 കാലഘട്ടത്തിൽ HL പഹ്വയിൽ നിന്ന് അമീപൂരിൽ ഹരിയാനയിൽ തന്നെ അമീപൂരിൽ 40 ഏക്കറോളം ഭൂമി റോബർട്ട് വദ്ര വാങ്ങുകയും അതേ ഭൂമി 2010 ഡിസംബറിൽ പഹ്വയ്ക്ക് വിൽക്കുകയും ചെയ്തു. ഇതിന് പുറമെയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കെതിരെയും ഈ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിനിടെ തന്നെയാണ് 2016 ഈ സഞ്ജയ് ഭണ്ഡാരി UK കടന്നത്. ഇയാൾക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കലും വിദേശ നാണയ വിനിമയ നിയമങ്ങളുടെ ലംഘനം, ഔദ്യോഗിക രഹസ്യവിവരം ചോർത്തൽ അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയിട്ടുള്ള ആൾ തന്നെയാണ്. ഈ 2016 ഈ UK കടക്കുന്നത്. ഈ സമയത്താണ് ഇയാളുടെ സഹായികളായിട്ടുള്ള ഈ CC തമ്പിയും ബ്രിട്ടീഷ് പൗരനായിട്ടുള്ള സുമിത് ഛദ്ദയും ഒക്കെ UK കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ 2020 ഈ ജനുവരിയിൽ CC തമ്പി അറസ്റ്റിലായെങ്കിലും ആ സമയത്ത് അറസ്റ്റിലായ തമ്പി തനിക്ക് വാദ്രയെ 10 വർഷത്തിലേറെ അറിയാമെന്നും മറ്റു തരത്തിലുള്ള ബന്ധങ്ങൾ, അതായത് പണമിടപാടുകൾ ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ ഉണ്ടെന്നും UAE ഡൽഹിയിലും വെച്ച് പലതവണ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നും ഇഡിയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ ഏറ്റവും അടുത്ത ആൾ എന്ന രീതിയിൽ തന്നെ CC തമ്പിയുമായിട്ടുള്ള ബന്ധം, സഞ്ജയ് ഭണ്ഡാരിയുടെ അടുത്തയാൾ ഏറ്റവും ബിനാമി എന്ന രീതിയിൽ തന്നെ ഉള്ള CC തമ്പിയുമായിട്ടുള്ള ബന്ധം റോബർട്ട് വദ്രയുടെ പ്രിയങ്ക ഗാന്ധിയെയും ഇതിലേക്ക് അടുപ്പിക്കുന്നു എന്നാണ് കുറ്റപത്രത്തിൽ എന്തായാലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. CC തമ്പിക്ക് ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, സഞ്ജയ് ഭണ്ഡാരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആയിട്ടുള്ള ഒരാളാണ് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ CC തമ്പി. ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഇയാളുമായിട്ടുള്ള ഇവരുടെ ഇടപാടുകൾ, പണമിടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിക്കും റോബർട്ട് വദ്രയ്ക്കും ഈ CC തമ്പിയുമായി ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ കുറച്ച് സമയത്തിന് മുൻപെയാണ് ഈ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള ചാർജ് ഷീറ്റിൽ ആദ്യമായിട്ട് പ്രിയങ്കയുടെ പേര് ഇതിൽ വരുന്നത്. ഫിജി. ശരി, അനുജയാണ് വിവരങ്ങൾ നൽകിയത്. ഇഡി കുറ്റപത്രത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരും കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പേര് പരാമർശിച്ചിരിക്കുന്നത്.